ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്നൊരു ലോങ് വീഡിയോ ആണ്, എൻ്റെ സ്റ്റഡി വ്ളോഗാണ് ഞാൻ ഈ വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. ഇറ്റ്സ് ബീൻ ഐ തിങ്ക് ഞാനൊരു 2 months മേലെയായി ഞാൻ ലോങ് വീഡിയോസ് അപ്ലോഡ് ചെയ്തിട്ട്. ലാസ്റ്റ് ഞാൻ ഗെറ്റ് റെഡി വിത്ത് മീ ആണ് അപ്ലോഡ് ചെയ്തിട്ടുണ്ടായത്. ഞാൻ രാവിലെ തന്നെ എണീച്ച്, രാവിലെ എന്ന് പറയുമ്പോൾ 9 മണിക്കാണ് കേട്ടോ എണീച്ചത്. ഞാനൊരു 3-in-1 കോഫി ഉണ്ടല്ലോ, അത് ഞാൻ ഇട്ട് കുടിച്ച് കുറച്ച് നേരം ഞാനിങ്ങനെ മുറ്റത്ത് നിന്നുള്ള നടന്ന് കളിച്ച് കുറേ സമയം കഴിഞ്ഞേരാണ് കേട്ടോ ഞാൻ പഠിക്കാനിരുന്നത്. എനിക്ക് പഠിക്കാൻ നല്ല മടിയാണ് ഗൈസ്, നല്ല ലേസിനെസ് ഉണ്ട് എനിക്ക്. ഞാൻ ദിവസവും ഇങ്ങനെ പ്രൊഡക്റ്റീവായിട്ട് പഠിക്കുന്ന ഒരാളല്ല. ഞാൻ എക്സാം അടുക്കുമ്പോൾ ആണ് പഠിക്കുക. ഇനി ആ ഒരു ശീലമെല്ലാം മാറ്റണം. ഞാൻ ഈ ഒരു ആപ്പ് കണ്ടോ, അതിൽ നമുക്ക് ടൈമർ സെറ്റ് ചെയ്യാൻ പറ്റും, ഇങ്ങനെ പഠിക്കുന്നുണ്ട്. അത് ഞാൻ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു കളർ പെന്നാണ്ടോ, ഞാൻ 2 years മേലെയായി അത് യൂസ് ചെയ്യുന്നത്. പിന്നെ അത് കാണാണ്ടായിപ്പോയി. പിന്നെ അത് കിട്ടിയത് ഞാനത് എടുത്ത് വെച്ചു കേട്ടോ. അപ്പോൾ എനിക്കിങ്ങനെ കളർഫുള്ളായിട്ടുള്ള പെന്നിനെ കൊണ്ടൊക്കെ എഴുതിയിട്ട് ഇങ്ങനെ മാർക്ക് ചെയ്തിട്ടൊക്കെ പഠിക്കാനാണ് എനിക്കിഷ്ടം. എനിക്കെന്നാലാണ് അത് ആ ബുക്കിലുള്ളത് അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ പറ്റത്തുള്ളൂ. നമുക്ക് നോട്ട്സും കാര്യങ്ങളെല്ലാം ഇങ്ങനെ PDF ആയിട്ട് നമ്മളെ കോളേജിൻ്റെ ആ ഒരു ആപ്പിലേക്ക് അപ്ലോഡ് ചെയ്യാം. അപ്പോൾ ലാപ്പിൽ നോക്കിയിട്ട് എനിക്ക് റെഫർ ചെയ്ത് പഠിക്കാൻ എനിക്ക് അത്ര ഇൻട്രസ്റ്റ് ഇല്ല. എനിക്ക് അധികം മനസ്സിലാവില്ല. എനിക്ക് എഴുതിയിട്ട് തന്നെ നോട്ടിലുള്ളത് വായിച്ച് പഠിച്ചു കഴിഞ്ഞാലേ എനിക്ക് മനസ്സിലാവുള്ളൂ. അപ്പോൾ അതിൻ്റെ ഇടയിൽ ഞാൻ എന്തൊക്കെയോ എനിക്ക് അക്കൗണ്ടൻസി കാര്യങ്ങളെല്ലാം എഴുതാനുണ്ടേനു, അതിൻ്റെ നോട്ട്സ് ഞാൻ ചെക്ക് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ എങ്ങനെയാണ് പഠിക്കുന്ന ആ ഒരു ടൈമിൽ പഠിക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ ഫസ്റ്റിന് നമ്മൾ ഏത് സബ്ജക്റ്റാണോ പഠിക്കാൻ പോകുന്നത് ആ സബ്ജക്റ്റിൻ്റെ എത്ര ചാപ്റ്റേഴ്സ് ഉണ്ട്, ആ ചാപ്റ്റേഴ്സിൻ്റെ ഒക്കെ പേര് ഞാനൊരു നോട്ടിൽ അല്ല ഒരു ഡയറിയിൽ എന്തെങ്കിലും ഞാൻ എഴുതി വെക്കും. എന്നിട്ട് ഞാൻ ഏത് ചാപ്റ്ററാണോ പഠിക്കുന്നത് ആ ചാപ്റ്ററിലുള്ള എല്ലാ ടോപ്പിക്സും ഞാൻ ലൈൻ ബൈ ലൈനായിട്ട് എഴുതി വെക്കും. അതും എഴുതി വെച്ചിട്ട് അതിൻ്റെ സൈഡിൽ ഓരോ ബോക്സ് വരച്ച് വെക്കും. എന്നിട്ട് ഞാൻ ഏതെല്ലാം ടോപ്പിക്സ് പഠിച്ച് അത് ഞാൻ ടിക്ക് ചെയ്ത് വെക്കാമെന്ന് ചെയ്യൽ സാധാരണ പഠിക്കുന്ന സമയത്ത് കേട്ടോ. അപ്പോൾ ഞാനിന്ന് രാവിലെ ഒരു 10 മണി മുതൽ ഒരു 1 മണി വരെ ഇരുന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഉച്ചവരെ ഞാൻ ഫുഡ് കഴിച്ചിന്. ഞണ്ട് പൊരിച്ചതിലുണ്ടായിരുന്നു. എനിക്ക് തൈര് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. തൈര് കൂട്ടിച്ച് ചോറുന്ന നല്ല ടേസ്റ്റാണ് ഗൈസ്. അപ്പോൾ തൈര്, കോവക്ക വറവ്, പച്ചക്കറി, പിന്നെ അതൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതെല്ലാം കഴിഞ്ഞ് ഞാൻ കുറച്ച് നേരം റെസ്റ്റ് എടുക്കാൻ വിചാരിച്ച് ഞാൻ ടോബിൻ്റെ കൂടെ കുറേ നേരം കളിച്ച്. ഓനാണെങ്കിൽ ബോളിന് വെച്ച് കഴിഞ്ഞാൽ ബോൾ എടുത്തിട്ട് വരും, പക്ഷേ എനിക്ക് കയ്യിൽ തരില്ല. ഓൻ ഫുഡെല്ലാം കഴിച്ച് കഴിഞ്ഞിട്ട് ഉണ്ടായത്. അപ്പോൾ ഞാൻ ഓനോൻ്റെ കാൽസ്യത്തിൻ്റെയും റിച്ച് കോട്ട് എന്നുള്ള മരുന്നെല്ലാം ഉണ്ട്, അങ്ങനെ ഓൻ്റെ സപ്ലിമെൻറ്റ്സ് കാര്യങ്ങളെല്ലാം ഞാൻ ഓന് കൊടുത്തു. അപ്പോൾ കൊടുക്കുന്നതിൻ്റെ ഇടയിലാണെങ്കിൽ ഞാൻ ഓൻ്റെ ബോൾ എടുക്കുമെന്നാണ് ഓൻ നോക്കുന്നത്. കാരണം ഓന് ബോൾ ആവശ്യമില്ല, ഓൻ എടുക്കില്ല. ചോദിച്ചു കഴിഞ്ഞാൽ പിന്നെ ഓന് ബോൾ വേണം, അങ്ങനെയാണ്. അപ്പോൾ അതെല്ലാം കഴിഞ്ഞ് ഞാൻ മരുന്ന് മൊത്തം കുടിച്ചുകൊണ്ട് ഓനൊരു ട്രീറ്റ് കൊടുത്ത്. ഞാനൊരു മറ്റേ ബീഫിൻ്റെ ഒരു ബോണുണ്ട്, അത് ഞാൻ ഓന് കൊടുത്ത്. അത് ഞാൻ കുറേ നേരം ഓനെ കളിപ്പിച്ച് കൊടുക്കാണ്ട് അവിടെ ഇരിക്കാൻ പറഞ്ഞിട്ട്. അപ്പോൾ ഇവൻ്റെ നേച്ചർ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ കൂട്ടിലിരിക്കുന്നത് ഓന് ഒട്ടും ഇഷ്ടമല്ല. കൂട്ടിലിരിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓനൊരു ഇറിറ്റേറ്റിംഗ് ആണ്. അപ്പോൾ ഓനെ ഞാൻ കുറേ നേരം പുറത്തെല്ലാം കൊണ്ടുപോയി. അതെല്ലാം കഴിഞ്ഞ് ഞാൻ പഠിക്കാനിരുന്നത്. അപ്പോൾ ഞാൻ പറയാൻ വന്ന കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ, ഞാൻ ഹെയർ കട്ട് ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായല്ലോ കഴിഞ്ഞ ഷോർട്സിൽ. എനിക്ക് ഭയങ്കര ഇഷ്ടമായി ഷോർട്ടാക്കിയോണ്ട്. കാരണം ആ ഒരു ഫ്രിസിനെസ്സും കാര്യങ്ങളിലും നല്ലോണം ഉണ്ടായിരുന്നു. ബാംഗ്ലൂർ പോയതിന് ശേഷമേ ഹെയർ നന്നായിട്ട് കൊഴിയുന്നുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ പിന്നെയും പഠിക്കാൻ വേണ്ടിയിരുന്നു. ഉച്ചയ്ക്ക് ശേഷം ഞാൻ നോട്ട്സ് ചെയ്തത് അക്കൗണ്ടൻസി കുറേ എഴുതാനുണ്ടായിരുന്നു, അതെല്ലാം ഞാൻ എഴുതി. പിന്നെ ഞാൻ പറഞ്ഞല്ലോ ഞാൻ നോട്ട്സ് നമുക്ക് അപ്ലോഡ് ചെയ്യാൻ. അപ്പോൾ ഞാൻ എൻ്റെ ഏവിയേഷൻ മാനേജ്മെൻറ്റിൻ്റെ ഏവിയേഷൻ എന്നുള്ളൊരു സബ്ജക്റ്റ് ഉണ്ട്, അതിൻ്റെത് ഞാൻ പ്രിൻ്റ് എടുത്ത് വെച്ച് എല്ലാ ചാപ്റ്റേഴ്സും പ്രിൻ്റ് എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അത് നോക്കാമെന്ന് വിചാരിച്ചിട്ട് ഞാൻ ഇരിച്ചിട്ടുണ്ടായി. അപ്പോൾ അതിൻ്റെ ഇടയിൽ ഞാൻ ടു ഡു ലിസ്റ്റ് എഴുതി വെച്ച് എന്തെല്ലാം കാര്യങ്ങളാണ് ചെയ്യേണ്ടതെന്ന് ഞാൻ ഫോണിൽ നോക്കിയിട്ട് എന്തോ എഴുതുന്നുണ്ട്, അതെന്താണെന്ന് എനിക്ക് കറക്റ്റ് ഓർമ്മയില്ല. എന്നിട്ട് ഞാൻ ഡയറി എല്ലാം എടുത്ത് മാറ്റി വെച്ചിട്ട് എൻ്റെ ഏവിയേഷൻ്റെ ആ ഒരു പ്രിൻ്റ് എടുത്ത് വെച്ച ആ ഒരു കോപ്പീസ് ഞാൻ എടുത്ത് വെച്ച്. കാരണം പേജ് നമ്പർ ഉണ്ടായിട്ടില്ല, അപ്പോൾ എനിക്ക് മനസ്സിലാവുന്നില്ലേനു ഏതെല്ലാം യൂണിറ്റാണ് അതിൽ ഇൻക്ലൂഡ് ആയിട്ടുള്ളത്. അപ്പോൾ ഞാൻ അതിനെല്ലാം പേജ് നമ്പർ ഇട്ട് വെച്ച് എനിക്കെല്ലാം സെപ്പറേറ്റ് ആക്കിയിട്ട് പിൻ ചെയ്ത് വെക്കാൻ വിചാരിച്ചു. കാരണം ഇത്രയും പേജസ് ഉള്ളതുകൊണ്ട് തന്നെ എനിക്കത് സ്റ്റാപ്ലറിനെ കൊണ്ട് പിൻ ചെയ്യാൻ പറ്റുന്നുണ്ടായിട്ടില്ല. അപ്പോൾ അതെല്ലാം പേപ്പറിൽ ഞാൻ പേജ് നമ്പർ ഇട്ട് വെച്ചതിന് ശേഷം ഞാൻ ഓരോ പേജായിട്ട് അത് സെപ്പറേറ്റ് ചെയ്ത് വെച്ചിട്ട് ഞാൻ പിൻ ചെയ്ത് വെച്ചു. കാരണം ഓരോ യൂണിറ്റായിട്ട് മാറ്റി വെക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ട്. എനിക്ക് തോന്നുന്നത് എൻ്റെ കഴിഞ്ഞ വീഡിയോസിനെക്കാട്ടിലും ഈ വീഡിയോയിൽ ചിലപ്പോൾ എൻ്റെ വീഡിയോൻ്റെ ക്വാളിറ്റി, ഓഡിയോ ഞാൻ പറയുന്നതിൻ്റെ ക്വാളിറ്റിയെല്ലാം കുറച്ച് ഇമ്പ്രൂവ് ആയിട്ടുണ്ടാകും. കാരണം ഞാൻ ഈ വീഡിയോ ഷൂട്ട് ചെയ്തതും എഡിറ്റ് ചെയ്യുന്നതെല്ലാം വേറൊരു ഫോണിലാണ് കേട്ടോ. അപ്പോൾ ഞാൻ അതെല്ലാം ഒന്ന് ഈ നോട്ട്സും കാര്യങ്ങളെല്ലാം ഒന്ന് സെപ്പറേറ്റ് ചെയ്ത് വെച്ച് പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. അങ്ങനെ ആകുമ്പോൾ എനിക്ക് റെഫർ ചെയ്യാൻ വേണ്ടിയിട്ട് ഈസി ആയിരിക്കുമല്ലോ.
അപ്പോൾ അതെല്ലാം കഴിഞ്ഞ് അതിൻ്റെ ഇടയിൽ ഞാൻ തിന്നെല്ലാം ചെയ്യുന്നുണ്ട് കേട്ടോ സ്നിക്കേഴ്സ്. എനിക്ക് സ്നിക്കേഴ്സ് പിന്നെ മാസ് അങ്ങനത്തെ ചോക്ലേറ്റെല്ലാം ഭയങ്കര ഇഷ്ടമാണ്. ചോക്ലേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ഉച്ചക്ക് ഫുഡ് കഴിച്ച് കഴിഞ്ഞാൽ സ്പൈസി ആയിട്ടുള്ള എന്തെങ്കിലും കഴിച്ച് കഴിഞ്ഞാൽ എനിക്ക് എന്തെങ്കിലും മധുരം കഴിക്കണം, ഇല്ലെങ്കിൽ എനിക്ക് എന്തെങ്കിലും ആവും. അപ്പോൾ 88 പേജ് സംതിങ് അങ്ങനെ ഉണ്ടേനു. ടോട്ടൽ 44 പേപ്പേഴ്സാണ് ഉണ്ടായിരുന്നത്. ഇവിടുന്ന് ഞാൻ പ്രിൻ്റ് എടുത്തതിന് നാട്ടിൽ നിന്ന് പ്രിൻ്റ് എടുത്തതിന് 250 സംതിങ് ആണ് ആയത് ഇത്രയും പേജസിന്. ബാംഗ്ലൂരിൽ നിന്ന് സാധാരണ ഞാൻ എടുക്കുന്ന സമയത്ത് ഒരു പേജിന് 1 റുപ്പീസ് അങ്ങനെയുള്ള അത്രയും അഫോർഡബിളാണ് ബാംഗ്ലൂരിൽ നിന്ന് പ്രിൻ്റ് എടുക്കുന്ന സമയത്ത് കേട്ടോ. നോട്ട്സും കാര്യങ്ങളൊന്നും ഞാൻ ഇനി നാട്ടിൽ വന്നു കഴിഞ്ഞാൽ പ്രിൻ്റ് എടുക്കില്ല ഞാൻ തീരുമാനിച്ചു. കാരണം ഒരു പേജിന് 5 റുപ്പീസാണ് അവർ വാങ്ങിയത്. ഞാൻ ആദ്യം ചോദിച്ചിട്ടുണ്ടായിട്ടില്ല. എനിക്കിപ്പോൾ സ്റ്റഡി ലീവാണെന്ന് പറയാം, പക്ഷേ എങ്കിലിപ്പോൾ റിവിഷൻ ക്ലാസ്സും കാര്യങ്ങളെല്ലാം നടക്കുന്നുണ്ട്. പക്ഷേ എല്ലാവരും നാട്ടിലാണ് കഴിച്ചുള്ളത്. കാരണം ഒന്നാമത് നമുക്ക് പോർഷൻസും കാര്യങ്ങളെല്ലാം കഴിഞ്ഞ് അറ്റൻഡൻസും കാര്യങ്ങളൊന്നും ഇപ്പോൾ എടുക്കുന്നില്ല. റിവിഷൻ ക്ലാസ് എന്ന് പറയുമ്പോൾ അറ്റൻഡൻസ് ഇല്ലാത്ത ക്ലാസ്സാണല്ലോ. അപ്പോൾ എല്ലാവരും നാട്ടിലേക്ക് പോയി. കാരണം ആ ഒരു ടൈം വീട്ടിൽ പോയിട്ടിരുന്ന് നല്ല സമാധാനത്തോടെ പഠിക്കാമെന്ന് വിചാരിച്ചിട്ടുണ്ടാവും. അപ്പോൾ ഞാനങ്ങനെ വിചാരിച്ചിട്ടാണല്ലോ നാട്ടിൽ വന്നത്. നമുക്കിപ്പോൾ സെം എക്സാം ഉണ്ട് എന്ന് പറയുന്നുണ്ട്. നമുക്ക് ടൈം ടേബിളും കാര്യങ്ങളൊന്നും പുറത്തേക്ക് കിട്ടിച്ചില്ല. എനിക്ക് എന്താണെന്നറിയില്ല, ഞാൻ സാധാരണ എഡിറ്റ് ചെയ്യുമ്പോൾ എൻ്റെ ഫോണിൽ ഓഡിയോ കൊടുക്കുന്നതിനെക്കാട്ടിലും കുറച്ചുകൂടി ഈ ഒരു ഫോണിൽ ഓഡിയോ കൊടുക്കുമ്പോൾ എനിക്ക് കുറച്ചുകൂടി ഇമ്പ്രൂവ് ആയ പോലെ തോന്നിയിട്ടുണ്ട്. പിന്നെ എനിക്ക് വേറൊരു കാര്യം പറയാനുണ്ട് ഗൈസ്. 2 കുട്ടികൾ എനിക്ക് ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് അയച്ചിട്ടുണ്ടായിന്. എനിക്ക് കോളേജിനെ പറ്റിയിട്ട് അഡ്മിഷൻ്റെ കാര്യങ്ങളെല്ലാം ചോദിച്ചിട്ട് എങ്ങനെ കോളേജൊക്കെ എങ്ങനെ ഉണ്ട് എന്നൊക്കെ ചോദിച്ചിട്ട്. അങ്ങനെ ആർക്കെങ്കിലും എങ്ങനെ കോളേജിനെ പറ്റിയിട്ട് നമ്മളെ കോഴ്സിനെ പറ്റിയിട്ടെല്ലാം അറിയണമെങ്കിൽ എൻ്റെ ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് അയച്ചാൽ മതി കേട്ടോ, ഞാൻ റിപ്ലൈ തരാം. +2 കഴിഞ്ഞിട്ട് എന്ത് കോഴ്സ്, ഇപ്പോൾ എൻ്റെ കോഴ്സിനെ പറ്റിയിട്ടോ അല്ലെങ്കിൽ കോളേജിനെ പറ്റിയിട്ടോ അങ്ങനെ എന്തെങ്കിലും ഡൗട്ട്സും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ മെസ്സേജ് അയച്ചോട്ടോ, ഞാൻ റിപ്ലൈ തരാവുന്നതായിരിക്കും. പിന്നെന്താ വെച്ച് കഴിഞ്ഞാൽ എൻ്റെ വീഡിയോസ് അല്ലെങ്കിൽ എന്തെങ്കിലും ഞാൻ ഇമ്പ്രൂവ് ചെയ്യണമെങ്കിൽ അതൊക്കെ നിങ്ങൾക്ക് പറയാം കേട്ടോ. പിന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും സജഷൻസും കാര്യങ്ങളൊക്കെ വീഡിയോനെ പറ്റിയിട്ടും അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക കേട്ടോ. കാരണം എനിക്ക് ഇനിയും വീഡിയോസ് ഇമ്പ്രൂവ് ചെയ്യാമല്ലോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയോളം ഗൈസ്. ഞാൻ പഠിപ്പൊക്കെ മതിയാക്കി. ഞാനിപ്പോൾ വീഡിയോ എടുക്കുന്നതായതുകൊണ്ട് തന്നെ യൂട്യൂബിൻ്റെ വീഡിയോ എടുക്കുന്നതായതുകൊണ്ട് ഞാൻ ഫോണിൽ ക്യാമറ ഓണാക്കി വെച്ചായതുകൊണ്ട് ഫോൺ ഞാൻ അധികം യൂസ് ചെയ്യില്ലല്ലോ. അതുകൊണ്ട് തന്നെ ഞാൻ ലാപ്പിലധികം വീഡിയോസും കാര്യങ്ങളെല്ലാം നോക്കി റെഫർ ചെയ്ത് ആയതുകൊണ്ട് തന്നെ കുറച്ച് അത്യാവശ്യം പഠിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയോളം ഗൈസ്. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ കമൻറ്റ് ചെയ്യുക, ഇഷ്ടപ്പെട്ടിട്ടില്ലെങ്കിലും കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയോളം ഗൈസ്. ബൈ.